ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്ക് ഗുഡ് മോർണിംഗ് ആണ്. അപ്പോൾ തമ്മിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ മെയിൻ അജണ്ട എന്താണ് എന്നുള്ളത്. എന്താണ് മുത്തിനുള്ള എക്സൈറ്റ്മെന്റ് എനിക്ക് അത്രക്കില്ല. കാരണം ഇവന് ഭയങ്കര കാറ് ഭയങ്കര ഇഷ്ടമായ കാരണം ഇവന് എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്ന കാരണം എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇന്ന് ഓഫീസിൽ പോകണം. ഓഫീസിൽ പോയിട്ട് നമ്മള് വൈകിട്ടാണ് അതെ. അപ്പൊ അത്ര മാത്രം കാർ ക്ലിയർ ആവും ഞങ്ങൾക്ക് അറിയില്ല. കാറിന്റെ കളറും കാര്യങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയാം, കാറിന്റെ കളർ ബ്ലാക്ക് ആണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഇരുട്ടത്താവുമ്പോൾ ബ്ലാക്കും കൂടി ആവുമ്പോ ചിലപ്പോ നിങ്ങക്ക് അത്ര ക്ലിയർ ആവണമെന്നില്ല. അപ്പം ചെയ്യാം. ഓക്കെ, അത് ചെയ്യുന്നതായിരിക്കും. അതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലല്ലോ. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ഓഫീസിൽ പോവാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് കാർ എടുക്കുന്നത് എന്നുള്ളതിന്റെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ ഏകദേശം ഇവിടുന്ന് 6:30 സമയം. 6:30 പുറപ്പെട്ട് കഴിഞ്ഞാല് നമ്മള് 1.5 മണിക്കൂർ വേണം. 1.5 മണിക്കൂർ, 8 മണി 8:30 ആവുമ്പോഴേക്കും നമ്മളവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവിടെ കാറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രെയിൻ മിസ്സാവാനും ക്യാൻസൽ ആവാനും സാധ്യതയുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമ്മള് പരപരാ വിളിക്കുമ്പോഴേ നമ്മള് വീട്ടിൽ നിന്ന് പോകണം, ഓഫീസിലേക്ക് പോണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കാറാകുമ്പോ കുറച്ചൊരു റിലാക്സേഷൻ ആവൂലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് എടുക്കാനായിട്ട് പോണത്. അപ്പൊ നമ്മൾക്ക് ഇന്ന് ഞങ്ങളുടെ ഇന്നത്തെ കഷ്ടപ്പാട് നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലാക്കി തരാമെന്നാണ് ഞങ്ങൾ വിചാരിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞങ്ങൾക്ക് എത്രത്തോളം ഒരു കാറിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് പോയാലോ? അപ്പൊ ഗൈസ്, ഞങ്ങള് രാവിലെ ഫുഡ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നേരം കിട്ടാറില്ല, തിരക്ക് പിടിച്ച് പോകാനാണ് പതിവ്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പീനട്ട് ബട്ടർ ഇത് മറ്റായിരിക്കും, ബ്രെഡ് മറ്റായിരിക്കും, എന്നിട്ട് കഴിക്കും. ഇതിപ്പോ എന്താ ഇവിടെ വെച്ചെടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ് ശരിക്കും. ഞങ്ങള് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഡച്ച് ഹൗസുകളിൽ ലൈറ്റ് വളരെ കുറവായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളത് ശരിക്കും അനുഭവിച്ചറിഞ്ഞത്. അപ്പൊ ഇവിടെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങള് ബ്രെഡ് ആൻഡ് പീനട്ട് ബട്ടർ ആണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ പോണ വഴിയിലാണ് കഴിക്കുക, ട്രെയിനിൽ ഇരുന്നിട്ട് കഴിക്കും. നമുക്ക് ഇവിടുന്ന് 2 ട്രെയിൻ മാറി കയറാനായിട്ടുണ്ട്. ഒന്ന് ഷിൽപോൾ വരെ, ഷിൽപോളിൽ നിന്ന് നമ്മുടെ റോട്ടർഡാമിലേക്ക്, അങ്ങനെയാണ് നമ്മൾ പോവാല്. അപ്പോൾ ഏത് ട്രെയിനിലാണ് തിരക്കുറവ് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കും. അപ്പൊ ഞാനിത് തേക്കട്ടെ കേട്ടോ. വർക്കായി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ നിന്ന് സൈക്കിൾ എടുത്തിട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോവുക. അവിടേക്ക് ഏകദേശം 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ നമ്മുടെ കുട്ടി സൈക്കിളിൽ ചവിട്ടി പോവും. കാറുണ്ടെങ്കിൽ നമ്മൾ ഈ ഹൈവേ കൂടെയാണ് പോവേണ്ടിയിരുന്നത്. പക്ഷെ ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളിപ്പോൾ സൈക്കിൾ എടുത്തിട്ട് നമുക്ക് സൈക്കിളിന് പോകാനായിട്ടുള്ള ഒരു ചെറിയ വഴിയുണ്ട്, ആ വഴി കൂടെ പോവും. ഇന്ന് തണുപ്പ് വളരെ കുറവാണ്. ഞാനൊക്കെ കണ്ട ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഫുൾ സെറ്റപ്പിലാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാറ്. ഉണ്ടാവും തുണിയുടെ ഗ്ലൗ ഇരിക്കണുണ്ടോ. അപ്പൊ നമുക്ക് ഇനി വീട് ലോക്ക് ചെയ്ത് പോവാം. ഡോർ ലോക്ക് ചെയ്തു, ലാപ്ടോപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ, ജോലിക്ക് ഓടുന്നു ഫസ്റ്റ് ഇട്ടാ നമ്മള്. ഇന്നലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടേ ഇല്ല, കൊറേ കാര്യങ്ങളുണ്ട്, ഞാൻ പറയാം. നമുക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് അപ്പൊ ഫോട്ടോ ആണോ പറഞ്ഞോ. അപ്പൊ നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. യെസ് ഗായ്സ്, അങ്ങനെ നമ്മള് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റണ്ണിങ് നോസ് ഔട്ട് അവിടെ എത്തുമിക്കും. നമുക്ക് എന്താ ഇവിടെ ഇഷ്ടംപോലെ സൈക്കിളുകൾ നമ്മൾക്ക് മുൻപേ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. സൈക്കിൾ വയ്ക്കാനായിട്ടുള്ള ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാറിന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ സൈക്കിൾ നമുക്ക് എവിടെയും വെക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹെഡ് ലൈറ്റും ബാക്ക് ലൈറ്റൊക്കെ ഞങ്ങൾ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇത് ലോക്ക് ചെയ്യും. കണ്ട ചെറിയ സ്റ്റേഷനാട്ടോ ഞങ്ങളുടെ. ഇവിടെ സ്ക്രീനുണ്ട്, എവിടേക്കൊക്കെ പോകണം, എന്തൊക്കെ പോകണം എന്നുള്ളതൊക്കെ, എത്ര മണിക്ക് വരും എന്നുള്ളതൊക്കെ കൂടി ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്താണ് സ്റ്റേഷൻ ഞാൻ കാണിച്ചു തരാം. യെസ്, അപ്പൊ നമ്മൾക്ക് ഇന്നലെ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ കണ്ണിരിക്കണുണ്ടോ ചുമന്നിട്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ അനിയൻ ഇന്ന് നാട് വീടുകയാണ്. അപ്പോ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റു. അത് കഴിഞ്ഞതിന് ശേഷം കാറ് കിട്ടാനായിട്ട് ഒരു എക്സൈറ്റ്മെന്റ്. കാരണം മുത്തുണ്ടി ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അകൃതിഞ്ഞർക്കും ഇങ്ങൃതിഞ്ഞർക്കും ശരിയല്ലേ? കാണിക്കണ്ട, ശരിയാണ്, ഉറങ്ങിയിട്ടേ ഇല്ല ഇന്നലെ. അപ്പൊ എന്തായാലും ഉറക്കില്ല. അപ്പൊ പിന്നെ അവനെ വിളിച്ചു.
അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ 5:05 അലാറം അടിച്ചു. അങ്ങനെ ഇന്നലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടേ ഇല്ല. ട്രെയിൻ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അത് ഡിമ്മാവണുണ്ടോ ലൈറ്റ്, അപ്പൊ ട്രെയിൻ വരുന്നതിന്റെ ആണെന്ന് തോന്നുന്നു. അറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കണ്ടായിരുന്നില്ല. ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നീട് പറയാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് അധികം ആൾക്കാരും തിരക്കൊന്നുമില്ല കേട്ടോ. എന്താ സംഭവം എന്ന് അറിയില്ല. ഇന്ന് ഭയങ്കര കമന്റ് ക്വയറ്റായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഷിൽപ്പോളാണ്. അതായത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിൻ കയറാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഓടി പോകണേന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 3 or 4 മിനിറ്റിനുള്ളിൽ അടുത്ത ട്രെയിൻ കയറണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ മിസ്സാവും. പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ ഇവിടെ മെയിൻ്റനൻസ് വരുന്ന കാലം കൊണ്ട് തന്നെ ട്രെയിൻ ക്യാൻസൽ ആവുന്ന കേസുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം ഓടി പോവുകയാണ് ഉള്ള ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാണ് ഈ ഓടുന്നത് ഞാൻ കാണിക്കുന്നത്. ഇവിടെ ഷിൽപ്പോള എയർപോർട്ട് ആൻഡ് ട്രെയിൻ സ്റ്റേഷൻ അടുത്തടുത്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വീണ്ടും ടാപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് ഡയറക്റ്റ് ട്രെയിനാണ്. ഷിൽപ്പോൾ ടു റോട്ടർഡാം സ്റ്റോപ്പ് ഒന്നുമില്ല. അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് ഈ ട്രെയിനിലിരുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ട്രെയിനിലും അധികം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അധികം ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓഫീസിൽ ഇരുന്നിട്ടാണ് കഴിക്കാറ്. ഞാനിപ്പോൾ ഇത് കടിച്ചു വലിക്കുമ്പോൾ ചിക്കൻ കാല് പോലെ ഉണ്ട്. പക്ഷെ ചിക്കൻ കാലൊന്നല്ല, ബ്രെഡ് നമ്മുടെ പീനട്ട് ബട്ടറും തന്നെയാണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ജേണി എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. നല്ല രസമാണ് ഇതിങ്ങനെ കണ്ടു പോകാനായിട്ട്. സൂര്യൻ വരുന്നതും ഇതൊക്കെ ഒരു നല്ല പ്രത്യേക. അങ്ങനെ നമ്മൾ റോട്ടർഡാം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചും കൂടി കാശ് ആയിട്ടാണ് നമ്മൾക്ക് മെട്രോ എടുത്തിട്ട് വേണമെങ്കിൽ പോകാനായിട്ട്. ഇവിടുന്ന് ഒറ്റ സ്റ്റോപ്പുള്ളൂ മെട്രോയിൽ. നമുക്ക് വേണമെങ്കിൽ നടന്ന് പോവാം. പക്ഷെ ഞങ്ങൾ മടിയന്മാരായ കാര്യം കൊണ്ട് മെട്രോയിൽ പോകാമെന്നാണ് വിചാരിക്കണേ. യെസ്, ഇതിലും കൂടി കയറ്റിക്കോ. എൻ്റെലും കൂടി കയറ്റട്ടെ കേട്ടോ. എന്താ ഓക്കെ, സോറി. അപ്പോൾ അതാ ആൾക്കാർ ഓടിപ്പോകുന്നു നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്ക്. യെസ്, അങ്ങനെ നമ്മുടെ ഓഫീസിൻ്റെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കഷ്ടപ്പാട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് രാവിലെ തൊട്ട് വ്ളോഗ് എടുത്തത്. പക്ഷേ ഇന്നല്ല ട്രെയിൻ കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ കഷ്ടപ്പാട് കാണിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഇങ്ങനെയല്ല കേട്ടോ. നമ്മൾക്ക് ആ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1 hour ഒക്കെ നമ്മൾ ആ ഷിൽപ്പോൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് നമ്മളിന്ന് നേരത്തെ എത്തി. എന്താ ഈ വർക്ക് ചെയ്യണം. കാരണം നമ്മൾക്ക് ഇന്ന് 1 hour നേരത്തെ ഇറങ്ങണം. അപ്പം അത് കാരണം കൊണ്ട് 1 hour മുൻപേ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം വർക്ക് ചെയ്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം. യെസ്, അപ്പം നമുക്ക് ഓഫീസിൽ പോവാം അല്ലേ. ഇനി ന്യൂൺ ബ്രേക്കിന് കാണാം കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹേമയിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഓഫീസിൻ്റെ വളരെ അടുത്താണ്. അപ്പം ഞങ്ങൾ ഹെൽത്തി ഫുഡാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ സാധനം, ബീട്രൂട്ടാണോ? യെസ്, ഞങ്ങളിപ്പോൾ കുറച്ച് കാലമായിട്ട് ഹെൽത്തി ഫുഡിലേക്ക് കൺവേർട്ട് ചെയ്ത് അതല്ല പുറത്തുനിന്ന് കഴിക്കണത്. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാറുണ്ട്. ഇതേതാ പൊമഗ്രനേറ്റ് ആൻഡ് ബീട്രൂട്ട് അല്ലേ, അങ്ങനെ ഇവിടെ ഇങ്ങനത്തെ ഭക്ഷണങ്ങളാണ് കൂടുതൽ ഉണ്ടായിരിക്കുക. അപ്പം ഞാനൊരു കിബ് എന്ന് വെച്ചാൽ ചിക്കനാണ്. ചിക്കൻ്റെ ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു സാധനവും പറഞ്ഞിട്ടുണ്ട്, ഇതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാം. കഴിച്ചോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ വരെ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് വൈഡാ അപ്പൊ നമ്മള് വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മള് എല്ലാ കാര്യത്തിനും പോകുമ്പോഴും നമ്മള് ചേച്ചിനെയോ ചേട്ടനെ വിളിക്കും. ഈ കാര്യത്തിന് പോകുമ്പോഴും നമ്മൾ വിളിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരാണ് നമ്മുടെ ഇവിടുത്തെ എന്താ പറയാ ലോക്കൽ ഗാർഡിയൻസ്. എപ്പോഴും എന്തിനും അവരെ തന്നെയാണ് ശല്യപ്പെടുത്താറ്. അപ്പൊ ഇന്നും അവർ തന്നെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവര് ഷിഡാമ് വരെ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളെയും കൂടി എടുത്തിട്ട് ഷോറൂമിൽ പോകും നമ്മള്. അങ്ങനെ നമ്മള് കാറ് വക പോവുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളൊന്നും ചിന്തിക്കാത്തൊരു കാറൊക്കെ നമ്മള് വാങ്ങാറായി എന്ന് പറയുന്നത് എന്താ പറയാ, ഭയങ്കര സന്തോഷമുണ്ട്. ഒക്കെ എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ
മുത്തുണ്ണി അവിടെ ഉച്ചോട്ട് ചിരിയോട് ചിരിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇടയ്ക്ക് ഇങ്ങനെ എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇറങ്ങണേക്കാൾ മുമ്പ് എന്നോട് പറഞ്ഞത് ഇന്ന് കാർ കിട്ടി കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം, എന്നിട്ട് പറപ്പിച്ച് പോകണം എന്നാണ് പറയണത്. എനിക്കറിയില്ല, നമ്മളത്രയും ഒരു പവറുള്ള വണ്ടിയൊന്നും ഇതുവരെ ഓടിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പേടി എനിക്കുണ്ട്. പക്ഷെ നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. റിയലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അന്ന്. അതെ, അവിടെ ഇത് വന്ന് സിഗ്നൽ വന്നു, അതുണ്ടായി. അപ്പോൾ ഞാൻ ഓടിക്കാണുന്നതാണ്. പിന്നെ അത് കൂടാതെ ഇന്ന് നമുക്ക് നല്ലൊരു സണ്ണി ഡേ ആണ്. അപ്പം ഞങ്ങൾ വിചാരിക്കണു അവിടെ എത്തണേക്കാൾ മുൻപ് നമ്മുടെ സൺസെറ്റ് ആവില്ല എന്ന് വിചാരിക്കുകയാണ്. അല്ല പറയുന്നീ ഞാനെന്ത് പറയാനാ? അയ്യോ ഒന്നും ഞാൻ അവന്റെ മുഖം നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. 500 വാൾട്ടിന്റെ 1000 വാൾട്ടിന്റെ ബൾബ് കത്തി നിൽക്കുന്ന പോലെയാണ് ചിലരുടെ മുഖം ഇവിടെ. എന്തെങ്കിലാവട്ടെ. എനിക്കിങ്ങനെ മിന്നു ചേച്ചി ഇങ്ങനെ പറഞ്ഞു ഒരു പ്രാവശ്യം, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് എൻ്റെ സ്വന്തം BMW ഓടിച്ചിട്ട് എൻ്റെ വീട്ടുകാരെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. പക്ഷെ ചേച്ചി അത് ചെയ്തു കേട്ടാ, സ്വയം ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ചു ആളുടെ വീട്ടുകാരെ. അപ്പൊ അതേപോലെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ സ്വന്തം വീട്ടിലേക്ക് എൻ്റെ സ്വന്തം BMW വീട്ടുകാരെ കൊണ്ടുവരണം എന്നുള്ളത്. നടക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യാനായിട്ട്. എൻ്റെ അത്ര വീട്ടുകാരല്ല കേട്ടോ, ഓഫ്കോഴ്സ് ഞങ്ങൾ രണ്ടാളും വീട്ടുകാരെ കൊണ്ടുവരണം. അതാണ് ഞാൻ എന്താ പറഞ്ഞ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് പോവാം. നീ പറഞ്ഞ് കൊളാക്കുന്നില്ല, നമുക്ക് നേരെ പോവാം. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഷിഡാം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ വന്നിട്ട് നമ്മുടെ മിനി ചേച്ചിനും സഞ്ജയേട്ടനെയും വെയിറ്റ് ചെയ്തതോടെ നിൽക്കുകയാണ്. അതിഥിക്കുട്ടി സ്കൂളിൽ പോയിക്കായിരുന്നു. അപ്പോൾ അതിഥിക്കുട്ടിനും കൂടി എടുത്തിട്ട് വേണം വരാനായിട്ട്. ആളുടെ മൂഡ് അനുസരിച്ച് സ്കൂളിൽ പോയി വന്നതിന് ശേഷം മൂഡ് അനുസരിച്ച് മിനി ചേച്ചി വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾക്ക് കാറ് വാങ്ങാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വട്ടം ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ചെറിയ ക്ലിപ്പ് ഞാൻ ഇടാം. അപ്പോൾ ആൾക്ക് ബ്ലാക്ക് കാറ് BMW ആണെന്ന് പറഞ്ഞപ്പോൾ ആള് ഓക്കെയാണ്. അപ്പോൾ ആള് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ട് തന്നെയായിരിക്കും ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവർ ഓൺ ദ വേ ആണ്. പിന്നെ വേറൊരു അപ്ഡേറ്റ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ദുബായിൽ നിന്നും അവൻ പോകേണ്ട അയർലൻഡിലേക്ക് കേട്ടോ, അത് പറഞ്ഞില്ലല്ലോ നമ്മൾ. അപ്പോൾ അയർലൻഡിലേക്കാണ് അവൻ പോണത്. അപ്പോൾ ദുബായിൽ നിന്നും അയർലൻഡിലേക്കുള്ള ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റ് വരെ നമുക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഇവിടുത്തെ ടൈം 8 മണിയോടുകൂടി അവനിവിടെ എത്തും. ഇവിടെയല്ല, അയർലൻഡിലെത്തും. നമ്മുടെ ഇവിടുത്തെ ടൈമും അവരുടെ ടൈമും തമ്മിൽ 1 അവർ വ്യത്യാസം. 1 അവർ അല്ലേ? 1 അവർ വ്യത്യാസമുണ്ട്. ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് എന്തോരം ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 1.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അയർലൻഡിലേക്ക് എത്താം. പക്ഷെ നമുക്ക് ഡിഫറെൻറ്റ് വിസ വേണം. അപ്പോൾ അവനവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് കൂടി തരാം. പിന്നെ എന്നിട്ടുണ്ടായേ വേറെ എന്തോ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയി ഗൈസ്. അടുത്തത് എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാട്ടോ. എനിക്ക് റണ്ണിങ് നോസായി ഈ മഞ്ഞ് കാരണം കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ കാത്തു നിന്ന ടീം എത്തിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ അതിഥിക്കുട്ടീനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആള് സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് വന്നതായ കാരണം കൊണ്ട് തന്നെ ആള് ഭയങ്കര ക്ഷീണത്തിലാണ്. അപ്പം ഉറക്കത്തിലാണ്, പാവമുണ്ട് കേട്ടോ. പിന്നെ കാറ് വാങ്ങാനാന്ന് പറഞ്ഞ കാരണം കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ആള് പോന്നിട്ടുണ്ട്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ BMW ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. മിക്കവാറും ഇതായിരിക്കും നമ്മുടെ കാറ്. ഇതങ്ങനെ അവർ കർട്ടനൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ നോക്കട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് വിശദമായിട്ട് എടുക്കാം. ആക്ച്വലി ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ നടന്നത്. നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയിട്ട് എൻ്റെ കാർഡ് ബ്ലോക്കായി. മുത്തണ്ണിയുടെ കാർഡിൽ നിന്ന് പോണില്ല. അവസാനം സഞ്ജു ചേട്ടനാണ് നമ്മളെ രക്ഷിച്ചത്. സഞ്ജു ചേട്ടനാണ് പേ ചെയ്തത്. എൻ്റെ കാർഡ് ബ്ലോക്കാണ്, മുത്തണ്ണിയുടെ കാർഡിൽ നിന്ന് ശരിയാവണില്ല. യെസ്, അങ്ങനെ എന്താ കാറ് നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ്. ആള് ചോദിക്കാണ് ഇപ്പോൾ സഞ്ജു ചേട്ടനാണോ കാറ് കൊടുക്കണ്ടേ, മുത്തണിക്കാണോ കാറ് കൊടുക്കണ്ടേന്നാണ് ചോദിക്കണത്. എനിവേ സംഭവം കിട്ടി. അതിഥിക്കുട്ടി അങ്ങനെ കളറടി തുടങ്ങിയിട്ടുണ്ട്. ആളുടെ ഫേവറേറ്റ് പ്ലേസ് ആണിത്. കഴിഞ്ഞ വട്ടം ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് കഴിക്കാൻ വന്നപ്പോഴും ആൾ ഇവിടെ തന്നെയായിരുന്നു. ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഈ കളറുകൾ കിട്ടുന്നതാണോ ബോഡി? ചെറിയ വണ്ടികൾക്കാണ്.
ആക്ച്വലി എല്ലാ കാര്യവും മുത്തുണ്ണിയുടെ ലാസ്റ്റ് മിനിറ്റിലാണ് നടക്കാറ്. അതേപോലെ തന്നെ ഈ പ്രാവശ്യവും അതൊട്ടും തെറ്റിയില്ല സഞ്ജു ചേട്ടൻ. ഞങ്ങൾ വിചാരിച്ചു ഇന്ന് തിരിച്ചു പോയിട്ട് ട്രെയിനിൽ വന്നിട്ട് കാർ എടുക്കാന്നല്ലേ. നാളെയും കിട്ടുമായിരിക്കില്ല, കാരണം ബ്ലോക്ക് ആയില്ലോ കാർഡ്. ആ ചേട്ടന്റെ ഡെയിലി ലിമിറ്റേ ഉണ്ടായിരുന്നില്ല. എത്രയോ പെട്ടെന്ന് കാശ് കിട്ടിയെന്നറിയാം ഞങ്ങൾക്ക്. വെക്കുമ്പോ അതൊന്നും ചോദിക്കുന്നില്ല. മാറ്റുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ചേട്ടൻ എപ്പോഴും വലിയ വലിയ എമൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളല്ലേ. അപ്പൊ പിന്നെ അവരത് നോക്കുന്നില്ല. ഞങ്ങൾ ഈ ചെറിയ ചെറിയ കാശുകൾ കൈകാര്യം ചെയ്യും. ഞങ്ങളാകെ മറ്റേ ആൽബർട്ടൈനിൽ പോണതും NS കണ്ട് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരാ. അങ്ങനെ കുറേ നേരത്തെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ അവസാനിച്ച് ക്യാഷ് പേ ചെയ്തു. നമുക്ക് ദേവദൂതനെ പോലെ നമ്മുടെ സഞ്ജു ചേട്ടൻ അപ്പോൾ അവിടെ വന്ന് പേ ചെയ്തു. കാരണം നമ്മൾക്ക് ഒരു നിവൃത്തിയില്ല, കാരണം ബ്ലോക്കായി. നാളെ പോലും എടുക്കാൻ പറ്റില്ല. ഇനി ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് പിന്നെയും കാര്യങ്ങളൊക്കെ വന്നാലാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ ബ്ലോക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് ക്യാഷ് പേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ സഞ്ജു ചേട്ടൻ പേ ചെയ്തു. ലാസ്റ്റത്തെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ മുത്തുണ്ണി സൈൻ ചെയ്യുകയാണ്. യെസ്, അങ്ങനെതാ ഇതാണ് നമ്മുടെ സാധനം ഇട്ടാ. ഏതാണെന്ന് അറിയണ്ടേ? അതെന്തായാലും മുത്തുണ്ണി പറയും. പിന്നെ ഞാൻ ഇത്തിരി ഭയങ്കര എന്താ പറയുക, ഒരു തരം ടെൻഷനിലാണ് ഞാൻ. ആ ടെൻഷൻ ഇത് മാറിയിട്ടില്ല. ആ ഒരു ഇതുണ്ട് എനിക്ക്. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ശരിക്കും വർത്താനം സംസാരിക്കാം. എന്താ കണ്ണ് ലിങ്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ആള്. ഹെഡ്ലൈറ്റ് ഓണായി. റെഡി 1 2 3. അങ്ങനെയല്ലേ വലിക്കല്ലേ ചെയ്യാ, പുള്ളിയാ ചെയ്യണം. പുള്ളിയണം എങ്ങോട്ട് താഴേക്ക് മോളിക്കുക? താഴേക്ക് ഇങ്ങോട്ട് വലിക്കണം. It's okay, it's okay. Pull wherever you want. Just. Nice. യെസ്, അങ്ങനെ നമ്മുടെ കാറ് അതാ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. കാറിൻ്റെ കയറിയിരിക്കുകയാണ്. എനിക്ക് നല്ല തണുത്തിട്ട് എനിക്കിങ്ങനെ താടി തടാവുന്നു. ഓക്കെ, ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട് കണ്ടാ എന്തൊക്കെ ഫോമുകളാണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നുള്ളത്. Adwi, move back, okay? Have a lot of luck with the car. Thanks. And enjoy it. Yeah, thanks. Thank you so much for your patience. It's already late, I know. Thank you so much. Yeah, that's good. Okay. Bye. Bye-bye. Enjoy the car. Thanks. Thank and you. I will see you again. Yeah. Maybe Yes, for the of service. course. Yeah. No, next one. for new car. For new car, yeah. Yeah. Or your second car. Yes. Okay, see you. Bye. Have a great evening. Bye. Bye-bye. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഷാമ്പെയിനും തന്നിട്ടുണ്ട് നമ്മുടെ BMW ഷോറൂമിൽ നിന്ന്. ഈശ്വര, അങ്ങനെ ഒരു വലിയ കഥയായി പോയില്ലോ കാറിന്റെ കഥ. ഫുഡ് കഴിക്കാൻ പോണം ഫസ്റ്റ്. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ആടി കൊട്ടണ തണുപ്പാണുള്ളത്. അപ്പോൾ നമ്മള് നമ്മുടെ കാറിലും അവര് അവരുടെ കാറിലും വരും. എന്നിട്ട് നമ്മൾ ഇന്ന് ഗ്രീക്ക് പിടിക്കാന്നാണ് വിചാരിച്ചിരിക്കണേ. അവരെവിടെയോ പോയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടേക്ക് പോകാം എന്നാണ് വിചാരിക്കണേ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറ്റേട്ടാ. അയ്യോ, നല്ല തണുപ്പ്. ഇതിനുള്ളിൽ എനിക്ക് ഇട്ടുണ്ടോ സംഭവം? നമ്മുടെ കൊരങ്ങിന്റെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥയാണ് ഞങ്ങൾക്ക്. എന്താ സംഭവം എന്നൊന്നും ഫുള്ള് നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ലല്ലോ. അയ്യോ, എന്നെ കാണുന്നില്ല. ഇവിടെ എവിടെ ലേറ്റ് ഉണ്ടോ? ആ, ഇവിടെ ലേറ്റ് ഉണ്ട്. യെസ്, എന്നെ കാണുന്നില്ലേ? അപ്പോൾ അൽ ഡ്രൈവറും കോ ഡ്രൈവറും കൂടിയിട്ട് ഈ കാർ അടിയിൽ എത്തിക്കും. ഞാൻ സീറ്റ് വലിച്ചിട്ട് കേട്ടോ. ഇന്നലെ കഴിഞ്ഞ വട്ടം ടെസ്റ്റ് ഡ്രൈവിന് വന്നപ്പോ
ഇതിന് ഇതടിച്ചല്ലോ നമ്മള് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലോ അതിഥി വരെ ഇട്ടാണ്ട് അടിച്ചതാലോ ചിലപ്പോ കുറച്ച് ഓടി കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ ആ അറിയില്ല മുത്തുനി ഫുൾ കോൺസെൻട്രേഷനിലാണ് കാർ എങ്ങനെ എത്തിക്കാന്നുള്ളതുണ്ട് യെസ് ഗായ്സ് അങ്ങനെ നമ്മള് ഒരു ഗ്രീക്ക് റെസ്റ്റോറന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ സീറ്റ് ബെൽറ്റ് ഇത് വലിക്കണം സംഭവം വരുന്നുണ്ട് സ്പീഡ് എത്തുമ്പോഴാണ് ഓക്കെ അപ്പൊ നമ്മള് വാങ്ങിച്ചിരിക്കുന്ന കാർ ഏതാന്ന് ഞാൻ പറയാം ഏതാ BMW 3 സീരീസില് 330i ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇത് സൈലന്റ് ആക്കാൻ പറ്റും അതെവിടെ സൈലന്റ് ആക്കാം ഞാനിത് കുറച്ച് പഠിക്കട്ടെ എന്നിട്ട് നിങ്ങക്ക് വീഡിയോ എടുക്കാട്ടോ ഓ അങ്ങനെ നമ്മള് മിന്നു ചേച്ചി സജസ്റ്റ് ചെയ്ത ഒരു റെസ്റ്റോറന്റിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല തണുപ്പുണ്ട് എന്താ എനിക്കറിയില്ല പിന്നെ എന്താ നമ്മള് സേഫ്ലി എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഡോറ് വണ്ടി ലോക്കായോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അറിയാലോ കുറച്ച് ദിവസം പിടിക്കൂലോ കാറൊന്ന് സെറ്റായി വരാനായിട്ട് അയ്യോ ഇവിടെ എല്ലാവരും പോയില്ലോ ഇവിടെ ഭയങ്കര ഹാളൊഴിഞ്ഞ പോലെ ആയിട്ടുണ്ട് മൺഡേ കാരണം കൊണ്ട് ആരും പുറത്തേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് കാണട്ടെ നീ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് പക്ഷെ മുത്തുണ്ണി ഇപ്പോഴും ആ ഒരു ടെൻഷനിലാണ് മുത്തുണ്ണിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടി വാങ്ങിച്ചതിൻ്റെയും അതേപോലെ റെസ്റ്റോറൻറ്റിൽ എത്തിയതിൻ്റെ ഒന്നും ആ ഒരു സന്തോഷം ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോഴും ആളാ ഫുൾ ടെൻഷനിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ആള് മുഖത്ത് അങ്ങനെ എൻ്റെ പിന്നെ ചേച്ചിയുടെയും മോൺസ്റ്റാർ മാർട്ടിനി എത്തിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഡ്രൈവേഴ്സ് ആയ കാരണം കൊണ്ട് സ്പ്രൈറ്റും കൊക്കക്കോളയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിഥി ഭയങ്കര കളിയിലാണ് ചേർത്ത് അറിയാം അത് കുടിക്കണല്ലോ ചേസ് കൊടുക്കട്ടോ ഫോട്ടോ കിട്ടിയില്ലേ അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4 പേർക്കുള്ള മിക്സഡ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ അതിലെല്ലാതും ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ അതാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുകൂടാതെ കുറച്ച് സാലഡ്സ് പിന്നെ അവരുടെ തന്നെ ഈ യോഗട്ടിലൊക്കെ ആക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് 4 പേർക്കുള്ള എല്ലാം അടങ്ങുന്ന ഒരു സംഭവം അതായിരുന്നു പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയർ പറയണമെങ്കിൽ അടിപൊളി സംഭവമായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത്ര ഒരു ഗുമ്മ് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ഫുഡ് അടിച്ച് ഞാൻ ആ ഒരു ടേസ്റ്റിൻ്റെ കഴിയാറായി അപ്പോഴാണ് ആലോചിച്ചത് പറയണം ടേസ്റ്റ് പറയുന്നത് പക്ഷേ അടിപൊളി സാധനം കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേച്ചി ചേച്ചി കൊണ്ടുവന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല വളരെയധികം സൂപ്പർ ആയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത്ര ടേസ്റ്റ് ഉണ്ട് ഇത് വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ആളെ ഗ്രീറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പോൾ അവിടെ ഒരു ചെറിയ ഫയർ വർക്കൊക്കെ നടക്കുന്നില്ലേ അപ്പോൾ അതൊക്കെ ആ ബർത്ത്ഡേയുടെ ആഘോഷപരമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ നമ്മളും അതിൽ ഇൻക്ലൂഡഡ് ആയി എന്നുള്ളൂ അങ്ങനെ ഫുഡെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് അവസാനം കുറച്ച് മിഠായി കിട്ടിയിട്ടുണ്ട് ഈശ്വരാഞ്ഞ് കോട്ടൊക്കെ ഇടണമല്ലോ അപ്പോൾ ചേച്ചി ഒന്നാമത് ടയർഡായിട്ടായിരിക്കാം ഔട്ടായിട്ടുണ്ടാണ് യെസ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഈ കാർ പാർക്ക് ചെയ്തോട്ടേക്ക് പോവാണ് നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ആംബിയൻസും നല്ല ഫുഡ് എല്ലാം കൊണ്ടും നല്ല രസമുണ്ട് അപ്പോൾ ഇവര് ഉട്രറ്റിലേക്ക് പോവാണ് നമ്മൾ ആംസ്റ്റർഡാം വഴിയായിരിക്കും പിടിക്കേണ്ടി വരാം അല്ലേ യെസ് അപ്പോൾ രണ്ടുപേരും 2 വഴിക്ക് പിരിയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ് ഞാനൊരു സ്റ്റാറിൽ കുറിച്ചിട്ട് പറഞ്ഞതാണ് അതെ വീട്ടിൽ ചെന്നിട്ട് ഫുൾ കഥ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഉണ്ടായെന്നുള്ളത് അപ്പോൾ ബൈ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി വീടെത്തിയിരിക്കുകയാണ്
അയ്യോ നല്ല തണുപ്പിന് വീട്ടിൽ കയറിയിട്ട് സംസാരിക്കാം. നമ്മളിതാ വീടെത്തിട്ടോ. യെസ്, ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ ചെറുതായിട്ട് കുളിച്ച് ഫ്രഷൊക്കെ ആയി വന്നു. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം എനിക്ക് ഉറങ്ങാൻ പോകണം. അപ്പം അതിന് മുൻപ് എന്താണ് അവിടെ ഉണ്ടായെന്നുള്ളതും കൂടി പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് ഈ വ്ളോഗ് വിളിച്ച് അവസാനിപ്പിക്കാമല്ലോ. അപ്പം എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്നത് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് പേ ചെയ്യാം എന്നായിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ ഡെയിലി ലിമിറ്റും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ ഇത്തരം ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് കാരണം കൊണ്ടായിരിക്കാം നമ്മൾക്ക് ഒറ്റ വട്ടം അവിടെ പിന്നടിക്കാൻ പറ്റുള്ളൂ എന്ന് മുൻപേ കൂട്ടി കാണിച്ചു ആപ്പിൽ. പിന്നെ എൻ്റെ കാർഡ് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. എല്ലാം മുത്തുണ്ണിയുടെ കാർഡിൽ നിന്നാണ് നമ്മൾ എടുക്കാറ്. അപ്പം അത് കാരണം കൊണ്ട് ഞാനത് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് എൻ്റെ പിന്ന് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ടായില്ല, അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു കൺസെപ്റ്റിലൊരു പിന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ. അവിടെ ചെന്ന് പിന്നെ അടിച്ചപ്പോൾ പിന്ന് വർക്കായില്ല. അപ്പോൾ അതോടുകൂടി അക്കൗണ്ട് ബ്ലോക്കായി. ഒറ്റവട്ടം പിന്നടിക്കാൻ പറ്റുള്ളൂ. പിന്നെ പിന്നടിക്കാൻ പറ്റിയില്ല. അതിൽ ഒറ്റവട്ടത്തോടു കൂടി എൻ്റെ കാർഡും ഇതൊക്കെ ബ്ലോക്കായി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ പിന്നെ നമുക്ക് വീട്ടിലേക്ക് അയക്കും ലെറ്ററായിട്ട്. അത് വെച്ചിട്ടാണ് എനിക്ക് വീണ്ടും എൻ്റെ കാർഡ് അൺബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതവിടെ സ്റ്റക്കായി. മുത്തുണ്ണിയുടെ കയ്യിൽ നമ്മൾ ഡെയിലി ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇത്ര എമൗണ്ട് മുകളിലേക്ക് അവൻ്റെ അക്കൗണ്ടിൽ നിന്നും എടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ അവസാനം സഞ്ജു ചേട്ടൻ്റെ നമ്മൾ നോക്കി. സഞ്ജു ചേട്ടൻ്റെ അക്കൗണ്ടിൽ ഡെയിലി ലിമിറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് അവർ ഒന്നും ചോദിച്ചില്ല. അല്ലെങ്കിൽ ഡെയിലി ലിമിറ്റ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 hour എടുക്കും. അതിനുശേഷമാണ് ഡെയിലി ലിമിറ്റ് ചേഞ്ച് ആവുള്ളൂ. പക്ഷെ സഞ്ജുചേട്ടൻ്റെ കേസിൽ ഒരു സെക്യൂരിറ്റി ഒന്നും ചോദിച്ചില്ല. ചേഞ്ച് ചെയ്ത സമയത്ത് തന്നെ അത് പെട്ടെന്ന് ചേഞ്ചായി. അങ്ങനെ ചേട്ടനാണ് നമ്മുടെ ക്യാഷ് പേ ചെയ്തത്. ഇനി ഞങ്ങൾക്ക് ഒരു എമൗണ്ട് വെച്ചിട്ടാണ് ഇനി അയക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ അവൻ്റെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യണം, മീൻസ് ഡെയിലി ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ബ്ലോക്കായി കിടക്കുകയാണ്. അത് നമുക്ക് വീണ്ടും അൺബ്ലോക്ക് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിവേ നമുക്ക് കിട്ടി, കാറ് കിട്ടി. അത് തന്നെ ഒരു വലിയ സന്തോഷം. ആ ഒരു സന്തോഷം ഫുള്ളായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. കാരണം ഭയങ്കര ടെൻഷനായി പോയി ആ സമയത്ത്. ഞങ്ങൾ വിചാരിച്ചു ഇന്നും കിട്ടില്ല കാറ്, പിന്നെ നമ്മൾ പോകേണ്ട വരും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ദേവദൂതന്റെ പോലെ ഞാൻ പറഞ്ഞ പോലെ ചേട്ടൻ ആ സമയത്ത് എത്തി. അവരെ കൊണ്ടുപോയത് വളരെയധികം നന്നായി. അവരെന്നിട്ട് അത് ചേഞ്ച് ചെയ്ത്, മീൻസ് അവരുടെ അക്കൗണ്ടിലേക്ക്, അതായത് നമ്മുടെ BMW ഷോറൂമിൻ്റെ അക്കൗണ്ടിലേക്ക് കാശ് അയച്ച് നമുക്ക് വണ്ടി കിട്ടി. അപ്പം ഞാനിനി ഉറങ്ങട്ടെ, നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.